السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സയ്യിദ് എം എസ് തങ്ങൾ അവരുടെ അഭിനന്ദരായ സയ്യിദ് കെ പി തങ്ങൾ, അബ്ദുൽ ഖാദർ മദനി, പി എസ് ഇബ്രാഹിം വേദിയിൽ ഇരിക്കുന്ന ഷുഐബ് തങ്ങൾ അടക്കമുള്ള മാസ്തികൊണ്ട് ശാഖാന്റെ ഇവിടുത്തെ ജമിയത്തുൽ ഉലമയുടെ അനുബന്ധ സംവിധാനങ്ങളുടെയൊക്കെ പ്രഗത്ഭരായ നേതാക്കന്മാരെ, മഹത്തുക്കളായ സഹോദര സഹോദരിമാരെ, 22 വർഷം കർമ്മനിരതമായ ഒരസ്തിത്വം സൃഷ്ടിച്ചെടുത്ത് 22ാം ആണ്ട് അതിന്റെ വാർഷികം ആഘോഷിക്കുകയാണ് മാസ്തികൊണ്ട് ശാഖ SKS. സമസ്തകേരള ജമിയത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ വെച്ച് ഈ വരുന്ന ഫെബ്രുവരി മാസം നടത്താനിരിക്കുമ്പോൾ 100 ആണ്ട് പിന്നിടുന്ന ഒരു മഹാവൃക്ഷത്തിന്റെ തണലിലിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു സൗഭാഗ്യം അത് കേരളീയ സമൂഹത്തിന് മാത്രമല്ല, നന്മയെ നെഞ്ചിലേറ്റുന്ന ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു വലിയ മഹാസമ്മേളനമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമസ്തകേരള ജമിയത്തുൽ ഉലമയെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് വിജയത്തിന്റെ ജൈത്രയാത്രകൾ തുടരാൻ അല്ലാഹു ഇനിയും ഒരുപാട് തൗഫീഖ് നൽകട്ടെ. മൺമറഞ്ഞുപോയ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഗുണകാംക്ഷികളും സഹായികളും മുഹബ്ബീങ്ങളുമായ എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമുക്കൊക്കെ അല്ലാഹുവിന്റെ ദീനിനെ അഹ്ലുസുന്ന വൽ ജമാഅത്ത് നമ്മുടെ ഈമാൻ നമ്മുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കാൻ കാരണമായേക്കാവുന്ന ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളുടെയൊക്കെ ഭാഗമാകാം.
ആ വെളിച്ചത്തിൽ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു മഹാത്ഭുതം നടന്ന ചരിത്രരേഖകളിൽ മനുഷ്യ സംസ്കാരം തുടങ്ങിയിടം മുതൽ ഇന്നേ വരെ മനുഷ്യന് കാണാനോ കേൾക്കാനോ അറിയാനോ സാധിച്ച അത്ഭുതങ്ങളെ മുഴുവനും പിറകിലാക്കി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇനി ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം ഇത് ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലെന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്ന വലിയൊരു മുഅ്ജിസത്തിന്റെ വാർഷികം കൂടിയാണ് ഈ റജബ് മാസം ലോക മുസ്ലിമീങ്ങൾ ആചരിക്കുന്നത്. ആകാശത്തേക്ക് നോക്കുമ്പോ നമ്മൾ കാണുന്ന നക്ഷത്ര സമൂഹം മാക്സിമം 5 ലക്ഷം നക്ഷത്രങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കിയാൽ ഇരുൾമുറ്റിയ രാത്രികളിൽ കാണാൻ കഴിയുള്ളൂ. മാക്സിമം. അതും ആ നക്ഷത്രങ്ങളുടെ രൂപമോ അവയുടെ വലുപ്പമോ നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമല്ല, അവകളിൽ ജീവൻ നഷ്ടപ്പെട്ടുപോയ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ പ്രകാശം മാത്രം ബാക്കിയാക്കി മൺമറഞ്ഞുപോയ ഡാർക്ക് മാറ്ററുകൾ എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ മരണം സംഭവിച്ചതിന് ശേഷം പോലും ആ പ്രകാശം നമുക്ക് കാണാൻ ഇടവരുന്നു. ഒരുപക്ഷെ നമ്മളെ കാണുന്ന നക്ഷത്രം അതിന്റെ പ്രകാശമേ നമ്മൾ കാണുന്നുള്ളൂ. ആ നക്ഷത്രത്തിന്റെ മാസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അപ്രത്യക്ഷമായി കാണുമെന്നാണ്. അത്രയും വിശാലമായ അള്ളാഹുവിന്റെ ഒരു ലോകമാണിത്. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും പരിശുദ്ധമായ അനുഭവത്തിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആകാശ ലോകങ്ങളെ മുഴുവനും മറികടക്കുന്ന ഒരു മഹാത്ഭുതം അള്ളാഹു ഹബീബിനെ കൊണ്ട് ചെയ്തു എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ശാസ്ത്രത്തിനോ അതിനപ്പുറത്തുള്ള മനുഷ്യന്റെ എന്ത് സംവിധാനത്തിന് പോലും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയും വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. $400 ബില്യൺ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ. 400 ബില്യൺ. 10 ലക്ഷമാകുമ്പോൾ നമ്മളതിനെ മില്യൺ എന്ന് പറയും. ഒരു 100 മില്യൺ ആകുമ്പോൾ ബില്യൺ എന്ന് പറയും. അങ്ങനത്തെ 400 ബില്യൺ നക്ഷത്ര സമൂഹങ്ങൾ കൂടിയതാണ് നമ്മുടെ താരസമൂഹം എന്ന് പറയുന്ന മിൽക്കി വേ, ദർബു തബ്ബാന എന്ന് പറയും, ക്ഷീരപഥം എന്ന് പറയുന്ന താരസമൂഹം. 400 ബില്യൺ നക്ഷത്രങ്ങൾ ഇതിന്റെ കൂടെയുണ്ട്. ആ ഓരോ നക്ഷത്രത്തിനും സൂര്യന് ചുറ്റും ഭൂമിയും യുറാനസും നെപ്റ്റ്യൂണും ജൂപ്പിറ്ററും ഒക്കെ കറങ്ങുന്ന പോലെ ഗ്രഹങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട് ഒരുപാട്. ആ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുണ്ട്, ഭൂമിക്ക് ചന്ദ്രനുള്ളതുപോലെ. നക്ഷത്രങ്ങളുടെ എണ്ണം മാത്രം 400 ബില്യൺ 400 ബില്യൺ നക്ഷത്രങ്ങൾ ഈ ഒരൊറ്റ താരപഥത്തിൽ. അങ്ങനത്തെ 200 ട്രില്യൺ താരസമൂഹങ്ങളുള്ള ലോകമാണത്രേ അള്ളാഹുവിന്റെ ലോകം. ആലോചിച്ച് നോക്കി, എത്രയാണതിന്റെ വലുപ്പം, എത്രയാണതിന്റെ വലുപ്പം. 1,00,000-ലേറെ ഭൂമികളെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാലും സൂര്യന്റെ ഉള്ളിൽ സ്ഥലം ബാക്കിയാണ്. സൂര്യൻ എടുത്തിട്ട് ഒരു തോടായി ഒരു പന്ത് പോലെ സങ്കല്പിച്ചാൽ നമ്മുടെ ഭൂമി പോലോത്ത 1,00,000 ഭൂമികൾ അതിനുള്ളിൽ വെച്ചാലും വീണ്ടും സ്ഥലം ബാക്കിയായിരിക്കുന്നു. അത്ര വലിയ സാധനമാണ്. വശംസി വദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രഭയെ തന്നെയാണ് സത്യം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആയത്ത് നോക്കൂ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ഇന്നലെ നിന്നിടത്തല്ല ഇന്ന് നക്ഷത്രങ്ങളുള്ളത്. ഇന്നലത്തേതിനേക്കാളും നക്ഷത്രം ഒന്ന് മറ്റൊന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണത്രേ. എങ്ങോട്ടാണ് വികസനം അവസാനിക്കുന്നത് എന്നറിയാൻ കഴിയാത്ത വിധം ഓരോ സെക്കൻഡിലും നക്ഷത്രങ്ങൾ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നുവത്രേ. ശുദ്ധ ഖുർആൻ പറയുന്നു, വസ്സമാ, നിങ്ങളുടെ തല ഉയർത്തിയാൽ നിങ്ങൾക്ക് മേലോട്ട് നോക്കാൻ കാണുന്ന ഒരു ലോകം. ആ ലോകം കുല്ലുമാ സമാ വഅല, നിങ്ങൾക്ക് മുകളിൽ കിടക്കുന്ന ഉപരിമണ്ഡലം. നമ്മൾ നോക്കുമ്പോൾ നീല നിറമാണ്. ഭൂമിയുടെ മണ്ഡലത്തിൽ സൂര്യപ്രകാശങ്ങൾക്ക് വികിരണം സംഭവിക്കുമ്പോൾ അവിടെ നീല നിറമായി കാണപ്പെടുന്ന സത്യം തന്നെയാണ്. പക്ഷേ ഭൂമിയുടെ ഭൗമാന്തരീക്ഷത്തിന്റെ പുറത്തേക്ക് പോയാൽ ആകാശത്തിന് കറുപ്പ് നിറമാണത്രേ. നമ്മൾ പകല് കാണുമ്പോൾ ഭൂമിയിൽ ഭയങ്കര വെളിച്ചമാണ്. സ്പേസിൽ ഈ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം കാണപ്പെടുന്നില്ലെന്നാണ്. അത്ര വലിയ അത്ഭുതമാണ്. ഭൂമിക്കുള്ളിലേക്ക് ഈ വെളിച്ചം കാണുന്നുള്ളൂ. ഭൂമിക്ക് പുറത്ത് ഇരുട്ടാണ്, ഘനീഭവിച്ച ഇരുട്ടാണ്. ദുലുമാതും ബഅ്ദുഹാ ഫൗഖ ബഅ്ദ്. മനുഷ്യൻ പരിചയപ്പെടുന്ന ഈ ഭൂമിയുടെ കടലായ കടലുകളുടെ ഓരങ്ങളെ നമ്മളൊന്ന് സങ്കല്പിക്കുക. ബീച്ചുകളായ ബീച്ചുകള്, തളങ്കരയും ബേക്കലും കുമ്പളയും മാത്രം കണ്ടാ പോരാ. ലോകത്ത് അറ്റ്ലാന്റിക്കിന്റെയും അതുപോലെ തന്നെ പസഫിക്കിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ഒക്കെ ചുറ്റുവട്ടങ്ങളിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് ദ്വീപുകളുടെ ബീച്ചുകളടക്കം ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇവിടെയൊക്കെ എത്ര മണൽത്തരികൾ ഉണ്ടാകുമെന്ന് സങ്കല്പിച്ചു നോക്കൂ. എത്ര മണൽത്തരികൾ ഉണ്ടാകും. നമ്മൾ മരിക്കോളം എണ്ണിയാൽ നമ്മുടെ തൊട്ടടുത്തുള്ള കാസർഗോഡ് അല്ലെങ്കിൽ തളങ്കരയിലോ അല്ലെങ്കിൽ അങ്ങ് ബേക്കലിലോ അങ്ങ് കാഞ്ഞങ്ങാടോ കടപ്പുറത്തോ എവിടെയെങ്കിലുമുള്ള ഒരു ബീച്ചിലെ മണൽത്തരികളെ എണ്ണി തിട്ടപ്പെടുത്താൻ ആയുസ് മുഴുവൻ ചെലവഴിച്ച എണ്ണി തീരുമോ? മനുഷ്യനെ കൊണ്ട് കഴിയോ? ലോകത്തുള്ള എല്ലാ ബീച്ചുകളും എടുത്ത് അതിലുള്ള മണൽത്തരികളുടെ എണ്ണം നിങ്ങളൊന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ലോകത്ത് there are stars in the sky as many as the grains of sands on the beaches of the earth. ഭൂമിയിൽ കിടക്കുന്ന സമുദ്രങ്ങളുടെ ഓരങ്ങളിൽ കിടക്കുന്ന ബീച്ചുകളിൽ കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണത്തിനനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുന്നത് സയൻസാണ്. അപ്പൊ എന്താണ് ആകാശലോകം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി അല്ലാഹു പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് സയ്യന്ന السماء الدنيا بمصابيح ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഒന്നാം ആകാശത്തെ സമാഉദ്ദുന്യയെ ഒന്നാം ആകാശത്തെ നാം നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. ഭൂമിയിലെ ബീച്ചുകളായ ബീച്ചുകൾ, മരുഭൂമികളിൽ കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണത്തിനനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട് എന്ന് സയൻസ് പറഞ്ഞു തരുമ്പോഴേ വിശുദ്ധ ഖുർആൻ ഒരു അടിവരയിട്ട് കൊടുക്കുകയാണ്. ഈ നക്ഷത്രങ്ങളെല്ലാം കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. അപ്പൊ 2, 3, 4 എത്തിയിട്ടില്ല. ഒന്നിനെ തീർന്നിട്ടില്ലല്ലോ. ഒന്ന് തീർന്നിട്ടില്ല. ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. ആകാശത്തിന് അലങ്കാരമായി സംവിധാനിച്ചതുപോലെ
മനുഷ്യരെ പിഴപ്പിക്കാൻ വരുന്ന പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ വേണ്ടിയും ആകാശത്തെ മീറ്റിയോറുകൾ അടക്കമുള്ള പടച്ചതമ്പുരാന്റെ സൃഷ്ടികളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹുവിന്റെ അധികാരം പറയുന്ന സൂറത്താണത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനായ അല്ലാഹു ഈ നിമിഷം നക്ഷത്രങ്ങൾ പിറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ജീവജാലങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര സസ്യങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര ജന്തുജാലങ്ങൾ, പ്രാണികൾ, എത്ര പക്ഷികൾ, എത്ര മത്സ്യം ജന്മം കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പടച്ചതമ്പുരാന്റെ ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, പ്രപഞ്ചമുണ്ടാക്കുന്നതിന്റെ മുമ്പ് എവിടെയായിരുന്നോ പടച്ചവൻ, അവിടെ തന്നെയാണ് അല്ലാഹു. അവന്റെ സൃഷ്ടികളുടെ ബാധകമല്ല, സൃഷ്ടിയുടെ ഭാഗമല്ല റബ്ബ്. അതുകൊണ്ടാണ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, കാരുണ്യവാനായ പടച്ചവൻ അല്ലാഹു അവന്റെ അർശിൽ അധിപനായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇസ്തിവാഉൻ യലീഖു ബിഹി, ഒരു മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നത് പോലെ, ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ, ഒരു അബിദിന്റെയോ ഒരു ഖൽഖിന്റെയോ ഒരു സൃഷ്ടിപ്പിന്റെയോ രൂപത്തിലോ ഭാവത്തിലോ അല്ലാഹുവിന്റെ ഇസ്തിവാഇനെ കുറിച്ച് ചിന്തിക്കുക പാടുള്ളതല്ല. എന്തുകൊണ്ട്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലോത്തത്, പടച്ചതമ്പുരാനോട് തുലനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒന്നുമേ ഇല്ല എന്ന് അള്ളാഹു പറയുന്ന ആയത്ത് വെച്ച് വേണം ഈ ആയത്തുകളൊക്കെ വ്യാഖ്യാനിക്കാൻ. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുപോലെയുമല്ല അള്ളാഹു. കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു, ആരും എന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് അള്ളാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. കുൻബിനോളം അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ നാവിലൂടെ, നിങ്ങളുടെ ചുണ്ടുകളിലൂടെ വരുന്ന തസ്ബീഹ് അറിയാൻ ഈ കോടിക്കണക്കിന് ദൂരം വരുന്ന പ്രപഞ്ചത്തിന്റെ ഡയാമീറ്ററുകൾ കടന്നു പോകേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ ഇൽമിലും അള്ളാഹുവിന്റെ ഖുദ്റത്തിലും അവനവന്റെ സൃഷ്ടികളോടൊപ്പമാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദാത്ത് എന്ന് പറയുന്ന, പടച്ചതമ്പുരാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദാത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്കോ ഒരു കാലത്തേക്കോ ബന്ധിപ്പിക്കുക സാധ്യവുമല്ല. ആ ജല്ല ജലാലുവാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു സ്ഥാനത്തേക്ക് റബ്ബ് തആല നബി തങ്ങളെ വിളിച്ചു വരുത്തിയതാണ് ഇസ്റാ മിഅ്റാജിന്റെ യാത്രയുടെ ഏറ്റവും അത്ഭുതം. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബി അരിനീ അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ചോദ്യം ഒരു പ്രവാചകന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. നിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്നല്ല മൂസ നബി പറയുന്നത്, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറയുക മാത്രമല്ല മൂസ നബി ചെയ്തത്. റബ്ബി, സീനാ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ കിടക്കുന്ന തുവാ എന്ന് പറയുന്ന പരിശുദ്ധമായ താഴ്വാരത്ത് നിന്നുകൊണ്ട്, ഇന്നത്തെ സീനാ മരുഭൂമിയുടെ ഏകദേശം ഫലസ്തീനിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം, അവിടുന്ന് ഫലസ്തീനിലേക്ക് ഒരു 100-200 കിലോമീറ്ററേ കാണൂ ഫലസ്തീൻ ബോർഡറിലേക്ക്. അവിടുന്ന് ഈജിപ്തിന്റെ ഖൈറോവിലേക്ക്, സൂയസ് കനാലിലേക്ക് വീണ്ടും ഒരു 600 കിലോമീറ്റർ യാത്ര ചെയ്യണം. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചു എന്ന് പറയുന്ന ആ മഹത്തായ മലനിരകൾ കിടക്കുന്ന ഒരു പ്രത്യേകമായ ശാന്തമായ ഒരു പ്രദേശമാണ്. ഇപ്പോഴും അവിടെ അങ്ങനെയാണ്, ജനവാസങ്ങൾ അധികമില്ല. പട്ടാളക്കാരെ കാണും, കോൺവോയികൾ കാണും, മണൽ ചാക്കുകൾ നിറച്ചു വെച്ച് തോക്കുകളുമായി നിലകൊള്ളുന്ന 100 കണക്കിന് ജവാന്മാർ, പട്ടാളക്കാർ ഇന്നും സീനാ മരുഭൂമിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അത്ര വലിയൊരു സ്ട്രാറ്റജിക്കൽ പൊളിറ്റിക്കൽ റീജൻ ആണത്. ഇരിക്കട്ടെ. റബ്ബി അല്ലാഹുവേ, നിന്റെ സംസാരം ഞാൻ കേൾക്കുന്നു റബ്ബേ, എനിക്ക് നിന്നെയൊന്ന് കാണണം എന്ന ആഗ്രഹം വന്നപ്പോ
സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം